അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്ക് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഹിദായത്തിൻ്റെ 4 വഴികളാണുള്ളത്. ആ വിളിക്ക് ഉത്തരമാണ് സമിഅനാ വ അത്വഅനാ. ആ ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹു തആല നൽകുന്ന റെസ്പോൺസാണ് അള്ളാഹു സമീആണ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് അൽ ഹദിയുൽ ബയാനി എന്ന് പറയും. അതായത് ഒരു കുഴപ്പമില്ല, ശരീരത്തിനൊരു അസുഖമില്ല, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, എല്ലാം അല്ലാഹു തആല നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ എളുപ്പമാണ്. നിങ്ങളുടെ ചെവിയിൽ അല്ലാഹു തആല ഖൈർ കേൾക്കാനുള്ള അവസരം തരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് അതാണ്. ഇൻ അലിമ അല്ലാഹു ഫീഹിം ഖൈറൻ ലൗ അലിമ അല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. ചില ആളുകളെക്കുറിച്ച് അല്ലാഹു തആല പറയാണ്, അവരിൽ എന്തെങ്കിലും ഒരു ഖൈറുണ്ട് എന്ന് അള്ളാഹുവിന് അറിയുമായിരുന്നുവെങ്കിൽ അവർക്ക് സത്യം കേൾക്കാനുള്ള ഒരവസരം അള്ളാഹു എങ്ങനെയെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇത് ഖൈർ കിട്ടിയതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളിലൊരു ഖൈറുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയായിരിക്കും അതിന് കാരണം. ഏതെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് സത്യം കേൾക്കാനുള്ള ഒരവസരം. അതെങ്ങനെയാണെന്നറിയോ? വെറുതെ വാട്സപ്പിൽ ഏതോ ഒരുത്തനൊരു വേദൻ്റെ ക്ലിപ്പ് ഇട്ടെന്നു, അത് മതിയാവും. ഒരു പക്ഷേ അത് അള്ളാഹു ഇൻറ്റൻഷനലി ചെയ്യാണ്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പോകുമ്പോൾ ഒരുത്തൻ്റെ അവിടെ എന്തോ കേട്ടുകൊണ്ട്, നീ എന്താടോ കേൾക്കണത്? ഞാൻ ഇന്ന ഒരു സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്ന ഒരു ഹദീസ്, ഒരു ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബയാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു വാദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ഉദ്ദേശിച്ച് പോയതല്ല, അയാൾ ആ വാദ് കേൾക്കാനും പോയതല്ല. പക്ഷേ ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും, കേൾക്കാൻ ഒരവസരം അല്ലാഹു തരും. അതൊരു സ്പാർക്കായിരിക്കും. അത് മതിയാവും നിങ്ങൾക്ക് നന്നാവാൻ. അവിടെ മുതൽ നിങ്ങളുടെ ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹു പറഞ്ഞയക്കും. ഏതെങ്കിലും ഒരാൾ, ആ ഒരു മനുഷ്യൻ്റെ ഒരു വാക്കിലൂടെ അള്ളാഹു നിങ്ങൾ നേർവഴിയിലേക്ക് കൊണ്ടുവരും. ഇത് അള്ളാഹുവിൻ്റെ ഹദിയുൽ ബയാനി എന്ന് പറയും. അത് അള്ളാഹു ഹിദായത്ത് നൽകിയതിൻ്റെ ഒരു അടയാളമാണ്. നന്മ കേൾക്കാനുള്ള ഒരു അവസരം അള്ളാഹു നിങ്ങൾക്ക് തരും. ഇത് ഖൈറില്ലാത്ത ആൾക്കാർക്ക് കിട്ടൂല. ഖൈറില്ലാത്തവർക്ക് ഇതിനാവശ്യം. ഇപ്പോൾ എത്ര ആൾക്കാർ, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഗാനമേളയാണ് സംഘടിപ്പിച്ച് നോക്കുക, എത്ര ആൾക്കാർ ഓടിക്കൂടും അല്ലേ? പക്ഷെ പറയാത്തത് കൊണ്ടായിരിക്കാം. ഖൈറുള്ള ആളുകൾ ഇതിലേക്കെത്തും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖൈറിൻ്റെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. സ്ഥിരമായി നിങ്ങളെ ബന്ധപ്പെടുന്ന ആളുകളിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നിങ്ങൾ ഹിദായത്തിൻ്റെ വഴിയിലേക്കാണ് കടന്നാൽ അള്ളാഹു സമീആൻ. നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കും. നിങ്ങളുടെ ചില ഫ്രണ്ട്സ് നിങ്ങളെ വിളിക്കാതെ ആവും. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. അവർ മെല്ലെ അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ചില ആളുകൾ വിളി തുടങ്ങും.